വെളിയിൽ കണ്ടത് ചെറുതാണെങ്കിൽ മാളത്തിലുള്ളത് വളരെ വലുതാണ് ഇനിയും വരാൻ കിടക്കുന്നത്. ചെറിയ മീനുകൾ മാത്രമേ കുടുങ്ങിയിട്ടുള്ളൂ, വലിയ മീനുകൾ കുടുങ്ങാനുണ്ട്. അന്താരാഷ്ട്ര തലത്തിലേക്കൊക്കെയാണ് സ്വർണം പോയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇൻ്റർപോളിൻ്റെയൊക്കെ സഹായമില്ലാതെ ഇത് പിടിച്ചെടുക്കാൻ പറ്റുമോ? കേരളത്തിന് പുറത്തേക്ക് ഉള്ള 3 സംസ്ഥാനങ്ങൾ, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്, അപ്പോൾ തമിഴ്നാട് സംസ്ഥാനം വന്നു കഴിഞ്ഞു. ഹൈദരാബാദിലെ ജുവലറി, ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ, അത് വന്നു കഴിഞ്ഞു. ബാംഗ്ലൂരിലെ ജുവലറി, ബാംഗ്ലൂരിലെ ശ്രീരാം അയ്യപ്പ ക്ഷേത്രം, അങ്ങനെ വളരെ വ്യത്യസ്തമായി 3-4 സ്റ്റേറ്റുകളുമായി, ഹൈദരാബാദുമായും ബാംഗ്ലൂരുമായും ചെന്നൈയുമായും കേരളവുമായും ഉണ്ടൊക്കെ വളരെ വ്യത്യസ്തമായ 3-4 സ്റ്റേറ്റുകൾ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതിനിടയിൽ PM ശ്രീകാർ വന്നപ്പോൾ ശബരിമല പോകുമെന്ന് വിചാരിക്കേണ്ട. ശബരിമല ഉണ്ട്, ലൈവാണ്. അതിൽ CBI അന്വേഷണം വേണമെന്നും CAG ഓഡിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം നടക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ശബരിമലയുടെ കേസിൽ അടുത്ത ടേണിലേക്ക് പോവുകയാണ്. ഗോവർദ്ധനിലും നിൽക്കുന്നില്ല കാര്യങ്ങൾ. കാരണം 400 ഗ്രാം സ്വർണ്ണമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി സ്വർണ്ണം എവിടെ? അപ്പോഴാണ് തന്ത്രിയും ഗോവർദ്ധനുമായിട്ടുള്ള ബന്ധം, ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സാധാരണ പോറ്റിയായിരുന്ന, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നാട്ടിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ പുളിമാത്ത് നിന്ന് നാട് വിട്ടുപോയി ബാംഗ്ലൂരിലെത്തിയ പോറ്റി കോടിപതിയായതെങ്ങനെ?